അപ്പോഴും ഭഗവാൻ പറയാണ് ഭഗവാനും സ്വഭാവവും ഭക്തന്റെ സ്വഭാവവും. അപ്പൊ ഭഗവാൻ ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാൻ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് കണ്ണന്റെയും ഭക്തന്റെയും സ്വഭാവം സത് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സത് സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത്. കണ്ണനും അങ്ങനെ ഭക്തനും അങ്ങനെ ഉള്ളതിനെയാണ് സത് എന്ന് പറയുന്നത്. അതുപോലെ കർമ്മങ്ങളും ഉത്കൃഷ്ടമായ കർമ്മങ്ങളുടെയും ആദ്യം നമ്മൾ സത് എന്ന് വാക്ക് ചേർക്കുന്നു. അപ്പോൾ ഈ സത് എന്നുള്ള വാക്ക് അത് ഭഗവാൻ തന്നെയാകുന്നു. ഭഗവാൻ പറയാണ് അത് പരമപുരുഷൻ തന്നെയാകുന്നു, അത് ഞാനാകുന്നു. അപ്പോൾ ഈ വാക്കുകൾ വെച്ചിട്ടുള്ള, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ അത് സത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് അത് ഭഗവാൻ തന്നെ. നമ്മളൊരു സത്കർമ്മം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കർമ്മവും ഭഗവാനാവുന്നു. അതായത് നമുക്കിപ്പം ചില സാഹചര്യങ്ങളിലൊക്കെ എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും അല്ലെ. അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും, നമുക്ക് ഒട്ടും അറിയാത്ത ആളുകളായിരിക്കും. നമ്മൾക്ക് വേണ്ടുന്ന സാഹചര്യം